ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുകയല്ലേ. നമ്മളും ന്യൂ ഇയറായിട്ട് ഒരു ന്യൂ ഇയർ ചാലഞ്ചുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 30-30 ചാലഞ്ചാണ്. 30 ഡേയ്സിൽ ഓരോ ദിവസവും 30 ക്വസ്റ്റ്യൻസ് എന്നുള്ളതായിരുന്നു ആ ചാലഞ്ച്. അതിൽ ഡേ 1 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. ഇന്നലെ നമ്മൾ 30 ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഡേ 2 GK ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിടൂ. സോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും കൂടെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കൂ. എനിക്ക് ഉറപ്പാണ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കാരണം GK ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണല്ലോ ഇത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ട്സും എല്ലാം ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഡേ 1 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. നമുക്കങ്ങനെ ഇന്നത്തെ ഡേ 2 30 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏത്? നമ്മുടെ കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏതാണ്? പന്മനയാണ് നമ്മുടെ കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണ്? പന്മനയാണ് കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. താൽച്ചർ താപ വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എവിടെയാണ്? ഒഡീഷയിലാണ് താൽച്ചർ താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഉദ്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏക പുഴ ഏതാണെന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഭവാനിയാണ് തമിഴ്നാട്ടിൽ ഉദ്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏക പുഴയായിട്ട് അറിയപ്പെടുന്നത് ഭവാനി ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സീപാറ്റ് താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലാണ് സീപാറ്റ് താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഇടുക്കിയിൽ ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന പുഴ ഏതാണ്? പമ്പാർ ആണ്. ഇടുക്കിയിൽ ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന പുഴ പമ്പാർ ആണ്. ഓക്കെ, സോ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. കേരളത്തിലെ ആദ്യ വ്യവസായ ഗ്രാമം പന്മനയാണ്. താൽച്ചർ താപവൈദ്യുത നിലയം എവിടെയാണ്? ഒഡീഷയിലാണ്. തമിഴ്നാട്ടിൽ ഉദ്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകി തിരികെ തമിഴ്നാട്ടിലേക്ക് തന്നെ ഒഴുകുന്ന ഏക പുഴ ഭവാനിയാണ്. സീപാറ്റ് താപവൈദ്യുത നിലയം ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയിൽ ഉദ്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന പുഴ പമ്പാർ ആണ്. സോ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണല്ലോ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു 6th ക്വസ്റ്റ്യൻ. ആൻ അമേരിക്കൻ ലൈഫ് എന്നറിയപ്പെടുന്ന ഓട്ടോബയോഗ്രഫി ആരുടെയാണ് എന്നാണ് ചോദ്യം. റൊണാൾഡ് റീഗൻ്റെ ആണ് ആൻ അമേരിക്കൻ ലൈഫ് എന്ന ഓട്ടോബയോഗ്രഫി. ഓക്കെ, ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ആൻ അമേരിക്കൻ ലൈഫ്? റൊണാൾഡ് റീഗൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ആൻ അമേരിക്കൻ ലൈഫ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, അപ്പ് ഫ്രം സ്ലേവറി ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? ബുക്കർ ടി വാഷിങ്ടൻ്റെ ആത്മകഥയാണ് അപ്പ് ഫ്രം സ്ലേവറി. കേരളത്തിലെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? ആശ്രാമം കണ്ടൽവനാണ് കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ്, ധാത്രി താപ വൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് ധാത്രി താപ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങൾ ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? മടക്ക് പർവ്വതങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളായിട്ട് അറിയപ്പെടുന്നത്. സോ നമുക്ക് 6th ക്വസ്റ്റ്യൻ തൊട്ട് ഒന്നുകൂടെ നോക്കാം. ആൻ അമേരിക്കൻ ലൈഫ് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് എന്നാണ് ചോദ്യം. റൊണാൾഡ് റീഗൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ആൻ അമേരിക്കൻ ലൈഫ്. ബുക്കർ ടി വാഷിങ്ടൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് അപ്പ് ഫ്രം സ്ലേവറി എന്ന ബുക്ക്.
ദെൻ കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായിട്ട് അറിയപ്പെടുന്നത് ആശ്രാമം കണ്ടൽവനാണ്. ധാത്രി താപ വൈദ്യുത നിലയം ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വതങ്ങളായിട്ട് അറിയപ്പെടുന്നത് മടക്ക് പർവ്വതങ്ങളാണ്. സോ ഈ ഫസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോൾ ഓഫ് എ സ്പാരോ ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ്? സലീം അലിയുടെ ആത്മകഥയാണ് ഫോൾ ഓഫ് എ സ്പാരോ. അല്ലേ, സലീം അലി ഒരു ഓർണിത്തോളജിസ്റ്റാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ഫോൾ ഓഫ് എ സ്പാരോ എന്ന ബുക്ക്. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് ഏതാണ്? കൈപ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ്. രാമഗുണ്ടം താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലാണ് രാമഗുണ്ടം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യഗ്രഹങ്ങളെയാണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത്. ചുക്ക് ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ് ചുക്ക്. സോ നമുക്കൊന്നും കൂടെ നോക്കാം. ഫോൾ ഓഫ് എ സ്പാരോ ആരുടെ ആത്മകഥയാണ്? സലീം അലിയുടെ ആത്മകഥയാണ് ഫോൾ ഓഫ് എ സ്പാരോ. കേരളത്തിലെ ആദ്യത്തെ നീര പ്ലാന്റ് ഏതാണ്? കൈപ്പുഴയാണ്. രാമകുണ്ടം താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബാഹ്യഗ്രഹങ്ങളാണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്നത്. ചുക്ക് ആരുടെ കൃതിയാണ്? തകഴിയുടെ കൃതിയാണ് ചുക്ക്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം ഇടുക്കി ഡാമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഡാം. റിഹാൻ താപവൈദ്യുത നിലയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ് റിഹാൻ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത്. കൃത്രിമ ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അലൻ ട്യൂറിംഗ് ആണ് കൃത്രിമ ബുദ്ധിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. TTE എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അതായത് TTEയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. എന്താണ്? ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ എന്നാണ് TTEയുടെ ഫുൾ ഫോം. ഒരിറ്റു സ്നേഹത്തിനായി ആരുടെ കൃതിയാണ്? ഒരിറ്റു സ്നേഹത്തിനായി എന്നുള്ള ബുക്ക് ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. ആരുടെയാണ്? ഏകലവ്യൻ്റെ കൃതിയാണ് ഒരിറ്റു സ്നേഹത്തിനായി എന്നുള്ള ബുക്ക്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. കപ്പലോട്ടക്കാരി എന്ന ബുക്ക് ആരെഴുതിയതാണെന്നാണ് ചോദ്യം. ആരുടെയാണ്? വത്സലയുടെയാണ് കപ്പലോട്ടക്കാരി എന്ന ബുക്ക്. അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? കൊച്ചിയാണ് അറബിക്കടലിലെ റാണി എന്നറിയപ്പെടുന്നത്. ആദ്യത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടാണ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രി. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. അല്ലേ, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ വിളിക്കാനൊക്കെ പറ്റുന്നത്. മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ആര്? മാർട്ടിൻ കൂപ്പറാണ് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. SPCA എന്നതിൻ്റെ പൂർണ്ണരൂപം, SPCAയുടെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരുന്നു? സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് എന്നതാണ് SPCAയുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. എന്തായിരുന്നു SPCAയുടെ ഫുൾ ഫോം? സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് എന്നുള്ളതാണ് SPCAയുടെ ഫുൾ ഫോമായിട്ട് വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th വൺ, കടലാസു പൂക്കൾ ആരുടെ കൃതിയാണ്? കടലാസു പൂക്കൾ ഏകലവ്യൻ്റെ കൃതിയാണ്. നമ്മുടെ വേറെയും ഏകലവ്യൻ്റെ ഒരു കൃതി കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ഇടുക്കിയിലെ പെരിയാറിലുള്ളതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായിട്ട് കണക്കാക്കുന്നത്. ആദ്യത്തെ കേരള ഗവർണർ ആരാണ്? B. രാമകൃഷ്ണ റാവു ആണ് ആദ്യത്തെ കേരള ഗവർണർ. സോ നെക്സ്റ്റ് വൺ,
SLV എന്നതിൻ്റെ പൂർണ്ണരൂപം, അതായത് SLV എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് ചോദ്യം. സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആണ് SLVയുടെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ആദ്യ കിരണങ്ങൾ ആരുടെ കൃതിയാണ് എന്നാണ്. നെക്സ്റ്റ് തേർഡ് ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് അല്ല 30th ക്വസ്റ്റ്യൻ ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ആദ്യ കിരണങ്ങൾ ആരുടെ കൃതിയാണ്? പാറപ്പുറത്തിൻ്റെ കൃതിയാണ് ആദ്യ കിരണങ്ങൾ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ഡേ 2 30 ക്വസ്റ്റ്യൻസ് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ ചാലഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം 30 ഡേയ്സിൽ ഓരോ ദിവസം 30 GK ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. സോ 1 മന്ത് കഴിയുമ്പോഴേക്കും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അതൊന്നും മിസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ നമുക്കിനി ഡേ 3 30 ക്വസ്റ്റ്യൻസുമായിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.